കോട്ടുവാം ഇടാനായി വായ് പരമാവധി തുറക്കുന്നു. ശ്വാസം അകത്തേക്ക് വലിച്ചിട്ട് പുറത്തേക്ക് വിടുന്ന സമയം മൂക്ക് തുറക്കുന്നില്ല. വാങ്ങാനുള്ള ആർത്തി കൊടുക്കാൻ കാണുന്നില്ല. വാങ്ങാനായി ദ്രുതഗതിയിൽ പാഞ്ഞു പോകുന്നു. എന്നാൽ നിങ്ങൾ കൊടുക്കാനുള്ളവരെ കാണുമ്പോൾ മാറിക്കളയുന്നതെന്ത്? മാറ്റം നല്ലത് തന്നെ. ഒരാളുടെ മാറ്റത്തിൽ നന്മയായതും ഭവിക്കുന്നു, തിന്മയായതും ഭവിക്കുന്നു. നിങ്ങളുടെ കൂട്ടുകാരുടെ നന്മ കാണുമ്പോൾ നിങ്ങൾ എന്തിനാണ് ആധി പിടിക്കുന്നത്? നിങ്ങളുടെ കൂട്ടുകാരന് തിന്മ ഭവിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ആഹ്ലാദിക്കുന്നത്? നന്മയായുള്ളവൻ ഞാൻ, എന്നെ നീ ദൂരെ മാറ്റി നിർത്തിയിരിക്കുന്നു. എന്നാൽ തിന്മയായുള്ളവനോ നിന്റെ അരികിൽ തന്നെയുണ്ട്. എന്തുകൊണ്ട് നീ അവനെ ദൂരെ അകറ്റുന്നില്ല? എന്തുകൊണ്ട് നീ അവനിൽ നിന്ന് മോടിയകലുന്നില്ല? ദൂരെ അകറ്റാനുള്ള ശബ്ദവും ശക്തിയും ബലവും ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. ഓടിമറയാനുള്ള കാലും ഞാൻ കൊടുത്തിട്ടുണ്ട്. തിന്മ നിന്നെ കീഴടക്കുമ്പോൾ നീ ഒന്ന് നിലവിളിക്കുന്നു പോലുമില്ലല്ലോ. അയ്യോ കഷ്ടം. പ്രാവിന് ഗോതമ്പ് മണികൾ എറിഞ്ഞു കൊടുക്കുമ്പോൾ അത് പിറ്റേന്ന് അതേ സമയത്ത് വരുന്നു. ആഹാരം കൊടുക്കുന്നതിൻ്റെ മുൻപിൽ കടന്നു വരാൻ പ്രാവിന് പോലും ഭയമില്ല. അത് വീണ്ടും വീണ്ടും അവിടെ പറന്നെത്തുന്നു. എന്നാൽ നിനക്കോ വയറ് നിറഞ്ഞു കഴിയുമ്പോൾ നീ നന്ദിയില്ലാത്തവനാകുന്നു. നായ് തൻ്റെ യജമാനോട് നന്ദി കാണിക്കുന്നു. എന്നാൽ യാക്കോബിന്റെ സന്തതി നന്ദിയില്ലാത്തവരായി പാഞ്ഞുപോകുന്നു. സ്വന്തം സഹോദരനെ 20 വെള്ളിക്കാശിന് വിറ്റുകളഞ്ഞു. അപ്പന്റെ വാർദ്ധക്യത്തിൽ അവന് ദുഃഖം നൽകിയവൻ. ഉപായവും ചതിയും തന്നെ. ഒരു കഷ്ടതയും ദാരിദ്ര്യവും നിന്റെ മുൻപിലുണ്ടെന്ന് മറക്കണ്ട. പരാതിജീവിയെന്നും പരാതിജീവി തന്നെ.